ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ലാസ്റ്റ് ഹെഡ് കൂടിയാണ് ഇനി എനിക്ക് എടുക്കാനുള്ളൂ. അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഫിഫ്ത്ത് ഹെഡ് ഓഫ് ഇൻകം ആണ്. ഈ ഹെഡിൽ ഡീൽ ചെയ്യുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 56 to 59 ആണ്. ഡീൽസ് വിത്ത് ദിസ് റെസിഡ്യൂറി ഹെഡ് ഓഫ് ഇൻകം. എനി ടാക്സബിൾ ഇൻകം വിച്ച് ഈസ് നോട്ട് അണ്ടർ ദ ഫസ്റ്റ് 4 ഹെഡ്സ് ഓഫ് ഇൻകം ഫൈൻഡ് എ പ്ലേസ് ഇൻ ദിസ് ഹെഡ്. അതായത് ആദ്യത്തെ 4 ഹെഡിലും പെടാത്ത ഇൻകംസാണ് നമ്മൾ ഈ 5ാമത്തെ ഹെഡിൽ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സ് ചെയ്യുക. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ മെയിനായിട്ട് വരുന്ന ഇൻകംസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഈ ഹെഡിലാണ് ടാക്സബിൾ ആവുക. അപ്പം നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇതിൽ ടാക്സബിളാണ്. പിന്നെ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിന് പറയുന്ന പേരാണ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് ഈ ഹെഡിലാണ് ടാക്സബിൾ. പിന്നെ ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കളല്ലാത്തവരിൽ നിന്ന് നമുക്ക് 50,000-ൽ കൂടുതൽ ഗിഫ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, 50,000 എക്സീഡ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതെങ്കിൽ അത് ടാക്സബിളാണ്. ഫുൾ എമൗണ്ട് ടാക്സബിളാണ്. പിന്നെ ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞപ്പോൾ ലോട്ടറി അടിക്കുന്നത്, ക്രോസ് വേർഡ് പസിൽസ്, ബെറ്റിംഗ്, ഹോഴ്സ് റേസ്, ഇതൊന്നും എപ്പോഴും കിട്ടുന്നതല്ല. ആ ഒരു നോൺ റിക്കറിങ് നേച്ചറിലുള്ളതാണ്. അത് അതർ സോഴ്സിലാണ് ടാക്സബിൾ ആവുക. പിന്നെ ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർഡ് അസറ്റ്സ്, നമ്മൾ വാടകയ്ക്ക് എടുത്ത അസറ്റ് മറ്റാർക്കെങ്കിലും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. പിന്നെ റോയൽറ്റി ഇൻകം, ഡയറക്ടേഴ്സ് ഫീസ്, ഓണറേറിയം, ഇൻട്രസ്റ്റ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, എംപ്ലോയി കോൺട്രിബ്യൂഷൻ്റെ URPFലെ ഇൻട്രസ്റ്റ് ഈ ഹെഡിലാണ് ടാക്സബിൾ ആവുക. ഇത് സാലറിയിൽ നമ്മൾ PF പഠിച്ചിട്ടില്ലേ, അതിൽ അവിടെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്, ഇപ്പം നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും സബ്ലെറ്റിംഗ് നടത്തുക, അതിൻ്റെ ഇൻകം ഫ്രം ഡിസ്ക്ലോസ്ഡ് സോഴ്സസ്, ഇതൊക്കെ ഈ ഹെഡിലാണ് ടാക്സബിളായിട്ട് വരിക കേട്ടോ. ഓക്കെ.